ബിസിനസ് പങ്കാളിയെ കൊന്നുനുറുക്കി ടാങ്കിൽ തള്ളിയ നിമിഷപ്രിയ വധശിക്ഷയ്ക്കർഹയോ? ലോകരാജ്യങ്ങളിൽ പ്രതിവർഷം വധശിക്ഷ നടപ്പാക്കുന്ന എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് യമൻ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ വെടിവെച്ച് കൊന്നാണ് ഇവിടെ ശിക്ഷ നടപ്പാക്കുന്നത്. വധശിക്ഷാവിധിയിൽ പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ സാധാരണയായി യാതൊരു മാറ്റവും ഉണ്ടാകാറില്ല. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ എന്ന മലയാളി നഴ്സിനെ മോചിപ്പിക്കുവാൻ വർഷങ്ങളായി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ആ ശ്രമങ്ങളെയെല്ലാം വിഫലമാക്കി നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ വരുന്ന ജൂലൈ 16 നടപ്പിലാക്കുവാൻ ഉത്തരവിറങ്ങിക്കഴിഞ്ഞു. ഇത് സംബന്ധിച്ച ഉത്തരവിൽ യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലിമി ഒപ്പുവെച്ചു. അതോടെ വധശിക്ഷ ഒഴിവാക്കുവാനുള്ള നിയമപരമായ വഴികളെല്ലാം അടഞ്ഞതായും സനായിലുള്ള കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയയെ രക്ഷിക്കുവാനുള്ള ഏക മാർഗമെന്നുമാണ് ലഭ്യമായ വിവരം. തലാലിൻ്റെ കുടുംബത്തിന് $10 കോടി, ഏകദേശം 8.57 കോടി രൂപ ദയാധനമായി നൽകാമെന്ന് അറിയിച്ചിരുന്നു. കുടുംബവുമായി നടക്കുന്ന ചർച്ചയിൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുവാൻ തലാലിൻ്റെ കുടുംബം തയ്യാറായാൽ മാത്രമേ ഇനിയൊരു മോചനത്തിന് സാധ്യതയുള്ളൂ. വധശിക്ഷയ്ക്കുള്ള ഉത്തരവ് ജയിലിൽ എത്തിയിട്ടുണ്ട്. ഇക്കാര്യം നിമിഷപ്രിയയെയും യമനിലെ ഇന്ത്യൻ എംബസിയെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനായിലുള്ള സെൻട്രൽ ജയിലിലാണ് നിമിഷപ്രിയ ഇപ്പോൾ കഴിയുന്നത്. ഹൂതികളുമായി ബന്ധമുള്ള ഇറാൻ സർക്കാരുമായി ചർച്ച നടത്തി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചെങ്കിലും ഇക്കാര്യത്തിലും തുടർനീക്കങ്ങൾ ഉണ്ടായില്ല. മകളുടെ മോചനത്തിനായി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇപ്പോഴും യമനിലുണ്ട്. 2024 ഏപ്രിലിലാണ് പ്രേമകുമാരി സനായിലെത്തിയത്. ഇവർ ജയിലിലെത്തി 11 വർഷത്തിന് ശേഷം മകളെ കണ്ടിരുന്നു. എന്നാൽ ആ അമ്മ നടത്തിയ ശ്രമങ്ങളൊന്നും ഇതുവരെ ഫലം കണ്ടില്ല. മോചന സാധ്യതകൾക്കായി ഇനി നിമിഷപ്രിയയുടെ മുന്നിലുള്ളത് വെറും ഒരാഴ്ച സമയം മാത്രം. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദിയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകുക മാത്രമാണ് ഇനി മുന്നിലുള്ള ഏക വഴി. പക്ഷേ തങ്ങളുടെ മകനെ കെറ്റമിൻ എന്ന മയക്കുമരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തി തുണ്ടമായി അറുത്ത് വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ച് രാജ്യം വിടുവാൻ ശ്രമിച്ച വിദേശിയായ കൊലപാതകയുടെ കയ്യിൽ നിന്നും പണം ശേഖരിച്ച് അവർക്ക് മാപ്പ് നൽകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. സമ്മർദ്ദങ്ങളെ തുടർന്ന് നിമിഷപ്രിയയെ മോചിപ്പിക്കുവാൻ കേസിന്റെ തുടക്കം മുതൽ തന്നെ കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചിരുന്നു. എങ്കിലും യമനിൽ തുടരുന്ന ആഭ്യന്തര സംഘർഷങ്ങളും ഹൂതികളുടെ ഭരണവുമാണ് സാധ്യതകൾ സങ്കീർണമാക്കിയത്. നിമിഷപ്രിയയാണ് കൊലപ്പെടുത്തിയത് എന്ന് സമ്മതിക്കുമ്പോഴും കടുത്ത ചൂഷണങ്ങൾക്കൊടുവിൽ ജീവൻ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് കൊല ചെയ്യേണ്ടി വന്നതെന്നാണ് കുടുംബത്തിൻ്റെ വാദം. എന്തായിരുന്നു നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുന്നതിലേക്ക് നയിച്ച ആ കേസ് എന്ന് നമുക്കൊന്ന് ചുരുക്കത്തിൽ പരിശോധിക്കാം. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് തേക്കഞ്ചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ. തലാൽ അബ്ദുൾ മഹ്ദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷക്കെതിരെയുള്ള കേസ്. കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം സൂപ്പർവൈസറായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് 2012 നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത്. യമൻ തലസ്ഥാനമായ സനയിലെ ഒരു സർക്കാർ ക്ലിനിക്കിൽ നഴ്സായി നിമിഷ ജോലിയിൽ പ്രവേശിച്ചു. ഭർത്താവ് ഒരു സ്വകാര്യ സ്ഥാപനത്തിലും ജോലി നേടി. 2014 സ്വന്തമായി ഒരു ക്ലിനിക്ക് ആരംഭിക്കുവാനുള്ള പ്രതീക്ഷയോടെ നിമിഷപ്രിയ ജോലി ഉപേക്ഷിച്ചു. യമൻ നിയമപ്രകാരം നിമിഷപ്രിയയ്ക്ക് ഒരു യമൻ ബിസിനസ് പങ്കാളിയെ ആവശ്യമായിരുന്നു. അതിനാൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയും പ്രാദേശിക ബിസിനസ്സുകാരനുമായ തലാൽ അബ്ദു മഹ്ദിയെ നിമിഷ തൻ്റെ ബിസിനസ് പങ്കാളിയാക്കി. 2015 തുടക്കത്തിൽ നിമിഷപ്രിയയും ഭർത്താവും കടം വാങ്ങിയ പണം ഉപയോഗിച്ച് 14 കിടക്കകളുള്ള അൽ അമാൻ മെഡിക്കൽ ക്ലിനിക് ആരംഭിച്ചു. ബിസിനസ് തുടങ്ങുവാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹ്ദിക്ക് കൈമാറിയിരുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളും ഒത്ത് നാട്ടിലേക്ക് വരികയും പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയത് നിമിഷം മാത്രമായിരുന്നു. ക്ലിനിക് പച്ചപിടിക്കുമെന്നും മഹ്ദി ചതിക്കില്ലെന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം. നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങി എന്നവർ പറയുന്നു. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹ്ദിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി. മഹ്ദിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി. പാസ്പോർട്ട് തട്ടിയെടുത്തു, സ്വർണമെടുത്ത് വിറ്റു, അധികൃതർക്ക്
പരാതി നൽകിയ നിമിഷപ്രിയയെ മഹദി ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി, ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കും ഇരയാക്കി, ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹദിയെ കൊലപ്പെടുത്തിയത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം. 2017 ജൂലൈ 25-നായിരുന്നു കേസിനാസ്പദമായ തലാൽ അബ്ദു മഹദിയുടെ കൊലപാതകം നടന്നത്. നഴ്സായ നിമിഷ കെറ്റാമിൻ എന്ന മയക്കുമരുന്ന് കുത്തിവെച്ച് അബോധാവസ്ഥയിലാക്കിയ ശേഷം തലാലിനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് സുഹൃത്തായ ഹനാന്റെ സഹായത്തോടെ മൃതദേഹഭാഗങ്ങൾ കുടിവെള്ള ടാങ്കിൽ ഒളിപ്പിച്ചു. പിന്നീട് ടാങ്കിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ പ്രദേശവാസികൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. പിന്നാലെ നിമിഷയെയും ഹനാനെയും യമൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മഹദിയെ കൊന്ന് പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടുവാൻ ശ്രമിച്ചപ്പോൾ യമന്റെ സൗദി അറേബ്യയുമായുള്ള അതിർത്തിയിൽ വെച്ച് പോലീസ് പിടിയിലായി. മഹദിയുടെ മൃതദേഹം ഇവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയല്ല മയക്കുമരുന്ന് കുത്തിവെച്ചത്, താൻ ജീവൻ രക്ഷിക്കുവാനായാണ് ഈ കൃത്യം ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ തനിക്ക് കോടതിയെ ബോധിപ്പിക്കുവാൻ സാധിച്ചില്ല. അറബിയിലായിരുന്നു വാദപ്രതിവാദങ്ങൾ നടന്നത്. അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയായിരുന്നു. കോടതിയിൽ ദ്വിഭാഷിയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടു. സംഭവത്തിന് കൂട്ടുനിന്ന മൃതദേഹം വെട്ടിനുറുക്കുവാൻ സഹായിച്ച ഹനാന് ജീവപര്യന്തവും തനിക്ക് മാത്രം വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല തുടങ്ങിയ നിമിഷയുടെ വാദങ്ങളൊന്നും എവിടെയും പരിഗണിക്കപ്പെട്ടില്ല. വിചാരണയ്ക്ക് ശേഷം 2018 യമൻ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചു. അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ 2020 ശരിവെച്ചു. ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നെങ്കിലും അതും പരിഗണിക്കപ്പെട്ടില്ല. തുടർന്ന് നിമിഷപ്രിയ യമനിലെ സുപ്രീം കോടതിയെ സമീപിച്ചു. അതും തള്ളുകയാണ് ഉണ്ടായത്. തുടർന്ന് നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബം മുട്ടാത്ത വാതിലുകളില്ല. തൊഴിൽ സ്ഥലത്തെ ശാരീരികവും മാനസികവുമായ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിരുന്നു നിമിഷപ്രിയ ശ്രമിച്ചത്. എന്നാൽ പാസ്പോർട്ട് കൈവശപ്പെടുത്തുന്നതടക്കമുള്ള ക്രൂരതകളാണ് യമൻ പൗരന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് നിമിഷയുടെ കുടുംബം പറയുന്നത്. നിമിഷപ്രിയ ജയിലിലായതോടെ കേസിനും മറ്റുമായി വീടുൾപ്പെടെയുള്ള വസ്തുവകൾ ഇവർ വിറ്റിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച വാർത്ത കേട്ടത് മുതൽ അമ്മയും ഭർത്താവും മകളും മാനസികമായി തകർന്നുപോയി. ശിക്ഷ ഇളവ് ലഭിക്കുന്നതിനായി അപ്പീൽ നൽകുവാൻ കുടുംബസ്വത്തടക്കം വിറ്റാണ് ബന്ധുക്കൾ കോടതിയിൽ പണം കെട്ടിവെച്ചത് എന്നും നിമിഷയുടെ കുടുംബം പറയുന്നു. വധശിക്ഷ നടപ്പാക്കുവാൻ ഇനി അവശേഷിക്കുന്നത് വെറും ഒരാഴ്ച മാത്രമാണ്. ഇതിനുള്ളിൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം ബ്ലഡ് മണി വാങ്ങി നിമിഷയ്ക്ക് മാപ്പ് നൽകുമോ എന്ന് കണ്ടറിയണം. കാരണം ഇതിനു മുമ്പ് നടത്തിയ പല ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു. എന്തായാലും നിമിഷയുടെ മോചനം കാത്ത് അമ്മ പ്രേമകുമാരി, ഭർത്താവ് ടോമി, മകൾ മിഷേൽ എന്നിവർ കാത്തിരിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.